പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട പ്രവാചക പ്രേമികളെ, പ്രിയപ്പെട്ട എൻ്റെ ശ്രോതാക്കളെ, ഇന്ന് സഫറിൻ്റെ അവസാനത്തെ അമ്പിളിക്കല ഇന്ന് കിഴക്കൻ ചക്രവാളത്തിൽ താന്നു പോയാലേ നാളത്തെ പ്രഭാതം പുണ്യ റബി എന്ന് പറഞ്ഞാൽ വസന്തം. പുണ്യ റബി, വസന്തത്തിൻ്റെ മാസം. ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും വലിയ ആവേശമാണ്, ആനന്ദമാണ്, അഭിമാനമാണ്, രോമാഞ്ചമാണ്, ആഹ്ലാദമാണ് പുണ്യ റബീന്റെ പൊന്നമ്പിളി പുലരിയ അമ്പിളിച്ചീള് നാളത്തെ പ്രഭാതത്തിൽ ഏതെങ്കിലും ഒരു തെങ്ങോലയുടെ ഉള്ളിലൂടെ കണ്ടു കഴിഞ്ഞാൽ അവന് ഹൃദയം തുടിക്കുകയാണ്, ഹൃദയം തിടുക്കമാണ്. പുണ്യനബിയുടെ, അവൻ്റെ പ്രവാചകന്റെ പ്രേമം അത് പ്രകടിപ്പിക്കാനേ അവൻ്റെ നാടും വീടും മദ്രസകളും പള്ളികളും അങ്ങാടികളും അലങ്കാര നിബിഡമായി പുണ്യ റബീനെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിയുകയാണ്. അത് കാലക്രമേണ അതിന്റെ മാറ്റങ്ങളനുസരിച്ച്, പണ്ടൊക്കെ നമ്മളെ ചെറുപ്പത്തിൽ അതിന്റെ അലങ്കൃത പരിപാടികളൊക്കെ മറ്റേ ഈന്തപ്പന പട്ട കൊണ്ടൊക്കെ ആണെങ്കിൽ, പിന്നെ അതിന്റെ കാലക്രമേണ അതിന്റെ മാറ്റങ്ങൾ വന്ന് എങ്ങനെയായാലും അവന്റെ വയ്യോരങ്ങളും കുഗ്രാമങ്ങളും മദ്രസകളും പള്ളികളും വീടുകളും ദീപാലങ്കൃതമായി പുണ്യ റബീനെ വരവേൽക്കാൻ അവൻ ഒരുങ്ങിക്കഴിയുകയാണ്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടതൊരു കാര്യം, പുണ്യ റബി, ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ഒരു മാസത്തിൽ ഒരു ദിവസം ജനിച്ചു, അതേ മാസത്തിൽ അതേ ദിവസം തന്നെ ലോകത്തോട് വിട പറഞ്ഞു. ഇന്ന് മദീനയിലെ പച്ചക്കുപ്പയുടെ ഉള്ളിൽ തായ് ഭാഗത്ത് അംബിയ എന്ന ഒരു തത്വത്തില് ഇന്നും ഒരു കേടുപാടുകൾ കൂടാതെ പുണ്യ റസൂലിന്റെ തിരുശരീരം അവിടെ കിടക്കുകയാണ്. അപ്പൊ ഞാൻ ഇന്ന് പ്രതിപാദിക്കുന്ന വിഷയം, ഒരു ദിവസം ജനനവും അതേ ദിവസവും വഫാത്തും. ഇന്ന് ഞാനൊരു കാര്യം സൂചിപ്പിക്കുകയാണെങ്കിൽ, ഇന്ന് ഒരു സൂട്ടും കോട്ടും ഇട്ടാൽ, അല്ലെങ്കിൽ ഒരു പ്രീമിയം ലൈഫായാൽ, അല്ലെങ്കിൽ ഒരു സർക്കാർ ഉദ്യോഗമോ ഒരു എഡ്യൂക്കേറ്റഡ് ഫാമിലി ആയി കഴിഞ്ഞാൽ അവർക്ക് ഇതൊക്കെ പയഞ്ചമാണ്. നബിദിനം പയഞ്ചമാണ്, മറ്റുള്ള കാര്യങ്ങൾ പയഞ്ചമാണ്, നബിയെ സ്നേഹിക്കൽ പയഞ്ചമാണ്. അവരോടൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ദീർഘിപ്പിക്കുന്ന കൂടുതൽ കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല. ഇതൊക്കെ ഈ പുത്തൻ രീതികളാണ്, ബിദ്അത്താണെന്നൊക്കെ പറയുന്നവരോട്, ഇതൊക്കെ നബിയുടെ കാലത്ത് ചെയ്തിട്ടുണ്ടോ, നബിയുടെ സഹാബത്ത് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നവരോട് എന്തെല്ലാം കാര്യങ്ങൾ അക്കമിട്ട് നിരത്തിക്കൊണ്ട് ചോദിക്കാൻ പറ്റും? ഇതൊക്കെ ബിദ്അത്താണോ, അതൊക്കെ ബിദ്അത്താണോ? ഞാൻ ഒന്ന് രണ്ട് കാര്യം സൂചിപ്പിക്കാം. ഇപ്പൊ നിങ്ങൾ ഈ എതിർക്കുന്ന, നബിദിനത്തെ എതിർക്കുന്ന, തൊപ്പിയില്ലാതെ നിസ്കരിക്കുന്ന വലിയ താടി വെച്ച കൂട്ടരുണ്ടല്ലോ, അവരോട് ഞാൻ ഒരു കാര്യം ചോദിക്കാം. നബിദിനം അന്ന് ചെയ്തിട്ടുണ്ടോ, നബി ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുക. അതിന് ഒരു മറിച്ചൊരു ചോദ്യം, നിങ്ങളിപ്പോ വളരെ അലങ്കൃതമായി വളരെ തങ്കലിപിയിലായി എഴുതപ്പെട്ട നമ്മളെ വീടുകളിലും മദ്രസകളിലും പള്ളികളിലൊക്കെ നല്ല അട്ടിക്കട്ടിക്ക് വെച്ചിരിക്കുന്ന ഖുർആൻ മജീദ്, മുസ്ഹഫ്, ഈ സാധനം ഇത് റസൂലിന്റെ കാലത്തുണ്ടോ? അതും ബിദ്അത്താവില്ല നിങ്ങൾക്ക്? ഞാൻ ഒരു സൂട്ടും കോട്ടും ഇട്ടാൽ എന്തും പ്രവാചക പ്രേമം എന്തോ ഒരു ഉള്ളിൽ തിരിയില്ലാതെ വെറുതെ എന്തിൻ്റെയും പുറകെ പോവുക. ഞാൻ ചോദിച്ച ചോദ്യം ഒന്നും കൂടെ, ഈ നമ്മളെ പെയിന്റിങ് ചെയ്തുകൊള്ള ഖുർആൻ നബിയുടെ കാലത്തുണ്ടോ? പുണ്യ ജിബ്രീല് 23 വർഷം ഇറാഖുവിൽ തുടങ്ങി 23 വർഷം അങ്ങനെ അള്ളാഹുവിന്റെ തിരുവചനങ്ങൾ കൊണ്ടുവന്ന് 23 വർഷം കൊണ്ട് ആ പുണ്യ ഖുർആനിന്റെ 30 ജുസുകൾ സഹാബത്തിന്റെയും മറ്റും മനസാന്തരങ്ങളിൽ ഹിഫ്ള് മനപ്പാടമാക്കുകയല്ലാതെ അന്ന് ഖുർആനുണ്ടോ? എത്ര കാലം കഴിഞ്ഞിട്ട? പുണ്യനബി പോയി, പുണ്യനബിക്ക് ശേഷം അടുത്ത മന്ത്രിയായ ഖലീഫയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് ശേഷം, രണ്ടാമത്തെ പ്രതിനിധിയായ രണ്ടാമത്തെ മന്ത്രിയായ ഉമർ റളിയല്ലാഹുവിന് ശേഷം, പിന്നെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ എന്നാണ് ഖുർആൻ. അപ്പൊ ഈ ഖുർആൻ നിങ്ങൾ ബിദ്അത്താവണ്ടേ? ഒരു ലോജിക്കില്ലാത്ത സംസാരമാണ്. ഞാൻ ഒന്ന് രണ്ട് വീഡിയോ കണ്ടു. അപ്പൊ അങ്ങനത്തെ മുടന്ത ന്യായങ്ങളൊക്കെ പറഞ്ഞ് നബിദിനമാലി ലബിദിനത്തിലെ ആളുകൾ കൂടി നബിയുടെ അപദാനങ്ങൾ വാഴ്ത്തിക്കൊണ്ടൊരു മധുരപലഹാരങ്ങളോ അല്ലെങ്കിൽ അന്നപാനങ്ങൾ കൊടുക്കുന്നതൊക്കെ ബിദ്അത്താണ്. അത്
പ്രവാചക പ്രേമമല്ല, പ്രവാചകനെ ഇങ്ങനെ കുറ്റപ്പെടുന്ന ആളുകളൊക്കെ എന്തെല്ലാം തെളിവുകളും എന്തെല്ലാം ഹിസ്റ്ററിയിലുണ്ട്, ചരിത്രത്തിലുണ്ട്. അത് നബി ചെയ്തു. അപ്പൊ നബി ജീവിക്കുന്ന കാലത്ത് നബി ചെയ്യോ? നബിയുടെ മൂത്താപ്പ അബൂലഹബ് നരകം കൊണ്ട് വിധിക്കപ്പെട്ട ആള്. ഈ അബൂലഹബിന്റെ ഒരു അടിമ ഈ പുണ്യ റസൂലിന്റെ ജനന സമയത്ത് തിങ്കളാഴ്ച പ്രഭാതം കഴിഞ്ഞ് ഓടി വന്നുകൊണ്ട് നബിയുടെ മൂത്താപ്പയായ അബൂലഹബിനോട് പറയുകയാണ്, നിങ്ങളെ അനിയന് മുഹമ്മദ് എന്ന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കുട്ടി ജനിച്ചിരിക്കുന്നു. ഈ അബൂലഹബ് ദൈവവിശ്വാസിയല്ലാത്ത അമുസ്ലിമായ നരകാവകാശിയായെന്ന് വിധിക്കപ്പെട്ട അബൂലഹബ് അവിടെ ഒരു അനിയനൊരു കുഞ്ഞ് ജനിച്ചു, അബ്ദുള്ള മാമിനൊക്കെ ഒരു കുഞ്ഞ് ജനിച്ചു എന്നറിഞ്ഞ ആ സന്തോഷത്തിൽ ക്വിക്കലി ആ സ്പോട്ടിൽ തന്നെ ഈ അടിമയോട് പറഞ്ഞു, തന്നെ യു ആർ ഫ്രീഡം, നിന്നെ മോചിപ്പിക്കപ്പെട്ടു. ചരിത്രത്തില് ഖുർആന്റെ വരികളിൽ കാണുന്നു, നരകം വിധിക്കപ്പെട്ട അബൂലഹബിന് നരകത്തിൽ നിന്നും എല്ലാ തിങ്കളാഴ്ചയും ആ അടിമയെ മോചിപ്പിച്ചത് കാരണം നരകശിക്ഷയിൽ നിന്നും ഇളവ്. എന്തെല്ലാം തെളിവുകൾ നിർത്തിയ. അപ്പൊ ഇത് മുഹമ്മദുൻ ബഷറുൽ ബഷർ, മറ്റുള്ള മനുഷ്യരെ പോലെയല്ല. മുഹമ്മദ് മനുഷ്യനാണ്, സാധാ മനുഷ്യനല്ല. യാക്കൂത്ത് ഹജറുൽ ഹജർ, യാക്കൂത്തറ മാണിക്കക്കല്ല് കല്ലാണ്, പക്ഷെ മറ്റേ കല്ലുകളെ പോലെ കല്ലാണോ? ഇത് നട്ടുച്ചക്ക് നടക്കുമ്പോഴും നേരെ മേൽഭാഗത്ത് സൂര്യൻ ഉണ്ടെങ്കിൽ നട്ടുച്ചക്കും ഇപ്പുറത്തോ ഇടത്തോ വലത്തോ താഴെ ഒരു നിഴൽ കാണാത്ത മനുഷ്യൻ, പുണ്യ ശരീരം. ഇന്നേ വരെ ഒരു ഈച്ചേരിക്കാത്ത ശരീരം, ഇന്നേ വരെ ഒരു കൊതുകടിക്കാത്ത ശരീരം. എങ്ങനെയാണ് വർണ്ണിച്ചത്? ചുവപ്പില് അല്ലെങ്കിൽ ഏതോ സ്വർണ്ണ കളറില്. അബൂ ഹുറൈറ തങ്ങള് പറയുന്നു, മാറായിത്തു ചെയ്യാൻ ഏതൊരു ഹദീസില്, ഞാൻ ഇത്രയും ഭംഗിയുള്ള ഒരു സാധനം എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല, ഇത്ര ഭംഗിയുള്ള മനുഷ്യനെ എന്നല്ല അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞത്. അത്രയും ഞാൻ പറഞ്ഞ പോലെ ഒരു നീല് കാണാത്ത, ഒരു ഈച്ച ഇരിക്കാത്ത ആ പുണ്യശരീരം. ആ പുണ്യശരീരത്തെ നമുക്ക് എവിടെയും ആശ്രയമാണ്. അവിടെ ഹൗദുൽ കൗസർ മുന്നിലും നമുക്ക് അത്താണിയായിട്ട് നമുക്ക് ആ സന്നിധാനത്തിനാണ് ചെല്ലാനുള്ളത്. ഷഫാത്തിന് നമ്മൾ അവിടെയാണ് ചെല്ലാനുള്ളത്. പിന്നെ ആള് നബിദിനല്ല, പിന്നെ ആരാഘോഷിക്കും? ചോദിക്കാനുള്ള വഫാത്തതില് ഇവിടെ വഫാത്ത് ദിനം ഈ ഞാൻ നേരത്തെ പറഞ്ഞ തൊപ്പി തലമറക്കാതെ നീട്ടി താടി നിസ്കരിക്കുന്ന കൂട്ടരോട് ഞാൻ ചോദിക്കട്ടെ, ഒരു ചരമദിനം അല്ലെങ്കിൽ ഒരു വഫാത്ത്, അതിന്റെ അനുശോചനം 3 ദിവസമേ ഉള്ളൂ, അതും അറിയില്ല. പുണ്യനബി സാധാ മനുഷ്യനല്ല, ഒരു ദിവസം ജനിച്ചു, അതേ മാസം അതേ ദിവസം തന്നെ വഫാത്തായി. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊക്കെ ഒരു സൂട്ടും കൊട്ടും ഒരു പ്രീമിയം ലൈഫായാലും ഒക്കെ പഴഞ്ചനായി തോന്നും. ഇത് മുഹമ്മദ് അഹ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊരു സാധാ നാമമല്ല. ഇന്ന് ലോകത്തിന്റെ എല്ലാ ദിക്കുകളിലും എല്ലാ മലമടക്കുകളിലും കടാഹത്തിൽ മുഴുവൻ ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് ഇടതടവില്ലാതെ മുയങ്ങുന്നൊരു നാമമാണ്. ശ്രദ്ധിച്ചില്ല നിങ്ങൾ? ഒരു സെക്കൻഡ് ഇടതടവില്ലാതെ ബാങ്കിലായാലും ഇക്കാമത്തിലായാലും ഓത്തിലായാലും ദുആയിലായാലും ഓരോ ഇപ്പോൾ രാത്രി 10 മണിയായി നമ്മള് മലപ്പുറം കേരളത്തില്. ഇപ്പോ ഉഗാണ്ടയിൽ മറ്റോ പ്രഭാതം തുടങ്ങിയായിരിക്കും, അവിടെ പ്രഭാതമായി അവരുടെ സുബൈയുടെ ബാങ്ക്. കോഴിക്കോട് മലപ്പുറത്തും ബാങ്കിന്റെ 5 മിനിറ്റ് മാറ്റം ശ്രദ്ധിച്ചിട്ടില്ലേ? കേരളത്തിലും ഇന്ത്യയിലും പല സംസ്ഥാനങ്ങളും ബാങ്കിന്റെ സമയം മാറ്റം ശ്രദ്ധിച്ചിട്ടില്ലേ? ഇന്ത്യയും പാകിസ്ഥാനും ഉള്ള ഓരോ ബാങ്കിന്റെ സമയം മാറ്റം. ഇങ്ങനെ 10 മിനിറ്റ്, അരമണിക്കൂർ, 1 മണിക്കൂറുള്ള ഏറ്റ വ്യത്യാസം, അതിലെ ഏറ്റക്കുറച്ചിലുകൾ ഇങ്ങനെ മാറി മാറി ലോകത്തിന്റെ ഈ കടാഹത്തില് ഇടതടവില്ലാതെ നോൺ സ്റ്റോപ്പ് ആയിട്ട് മുയങ്ങുന്ന ഒരേ ഒരു നാമമാണ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ആളല്ലാതെ പിന്നെ ആരാ ആഘോഷിക്കും? ഇത്രയും എന്തിനായാലും ഒരു തുമ്പിയാൽ പറയുന്നു, എന്ത് പറയുന്നു? ഒരു പ്രാർത്ഥന അവസാനിക്കണമെങ്കിൽ ആകാശ ലോകങ്ങളിലും മുയങ്ങിക്കൊണ്ടിരിക്കുന്നൊരു നാമം, ഭൂമി ലോകത്ത് എല്ലാ പള്ളി മിനാരങ്ങളിൽ നിന്നും ഇടതടവില്ലാതെ മുയങ്ങുന്നൊരു നാമം. ഒരു പ്രാർത്ഥന തുടങ്ങുമ്പോൾ, പ്രാർത്ഥന നിർത്തുമ്പോൾ ഖുർആനിൽ എന്ത് കാര്യത്തിനും
ഇടതടവില്ലാതെ മുഴങ്ങുന്ന നാമമാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഒരു പകരമില്ലാത്തൊരു വ്യക്തിത്വമാണ്. നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് അവിടെയും ആശ്രയിക്കാൻ ഇവിടെയും ആശ്രയം പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലിൻ്റെ ജന്മദിനം ആഘോഷിക്കാൻ ഇത്ര പിശുക്ക് കാണിക്കുന്നുണ്ടെങ്കിൽ അതിന് പ്രവാചക പ്രേമമെന്നല്ല പറയാ, അതിന് മറ്റെന്തെങ്കിലും പറയാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ തലമറക്കാൻ അനുസരിക്കുന്ന താടിയുള്ള ടീം നബിദിനത്തെ എതിർക്കുന്നത്, ഇത് പിന്നെ അവർ പറയുന്നു നബിയുടെ വഫാത്ത് നബിയുടെ ജന്മദിനം. പുണ്യ റസൂൽ, ഞാൻ വഫാത്തിനെ കുറിച്ച് 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കാം. പുണ്യ റസൂൽ വഫാത്തായി. മസ്ജിദ് നബിയുടെ അടുത്ത് നബിയുടെ കൊച്ചു വീട് ആയിഷാബിയുടെ, ചുരുക്കി പറയും ആയിഷാബിയുടെ മടിയിൽ തലവെച്ചുകൊണ്ട് റസൂലിന്റെ അവസാന നിമിഷങ്ങൾ റബ്ബിനെ മുനാജാത്ത്, റബ്ബിന്റെ അടുത്തേക്ക് പോകുന്ന അവസാന നിമിഷത്തിൽ അറാക്ക് എടുത്തുകൊണ്ട് ആയിഷാബി പല്ല് തേച്ച് കൊടുത്തു. പല്ല് വേദനയാവുമ്പോൾ അറാക്കിന്റെ അറ്റം ആയിഷാബി കടിച്ച് ചവച്ച് ഭസ്മമാക്കിക്കൊണ്ട് സോഫ്റ്റ് ആയിക്കൊണ്ട് പല്ല് തേച്ച് കൊടുത്തു. അങ്ങനെ റസൂലിന്റെ അവസാന നിമിഷങ്ങൾ. ഞാൻ പറയുന്നത് പുണ്യ റസൂൽ വഫാത്തായിട്ട് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ? 3 ദിവസം ഫ്രീസറില്ലാത്ത, സംവിധാനങ്ങളും ഉപകരണങ്ങളും ഇല്ലാത്ത ആ സമയത്ത്, ആ കാലത്ത്, ആ കൊച്ചു കുടിലില് ഇന്ന് മദീന പള്ളിയുടെ വലതു ഭാഗത്തായിട്ട് ഒരു പാർക്കുണ്ട്, കണ്ടവരുണ്ടാവും. ആ പാർക്കില് ഇന്നത് പാർക്കാക്കിയാണ്. അന്ന് ചരിത്രത്തിൽ കാണാം, ആ പാർക്കിലെ ഒരു കൊച്ചു പന്തലിലാണ് സഹാബത്തിൽ കൂടിയതെന്നും അവിടെയാണ് അവർ യോഗം കൂടിയതും. അതിന് തൊട്ടടുത്താണ് പുണ്യ റസൂലിന്റെ വീട്. അപ്പൊ ഞാൻ പറഞ്ഞത്, റസൂലിന്റെ വഫാത്തിന് ശേഷം, വഫാത്തായിട്ട് 3 ദിവസം റസൂലിന്റെ ജനാസ മറമാടാതെ. സഹാബത്ത് ആരെങ്കിലും ചോദിച്ചോ എന്താ ഇങ്ങനെ വൈകിപ്പിക്കണോ, ഇങ്ങനെ ദീർഘിപ്പിക്കണോ, ആരെങ്കിലും ചോദിച്ചോ? അവിടെ അടുത്ത പ്രതിനിധിയെ, വോട്ടെടുപ്പില്ല, തെരഞ്ഞെടുപ്പില്ല, അടുത്ത പ്രതിനിധിയെ തീരുമാനിക്കണം. 1 ദിവസം കഴിഞ്ഞു, തീരുമാനമായില്ല. എല്ലാവരും അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞു. അബൂബക്കർ റളിയല്ലാഹു പേടിച്ചുകൊണ്ട് സ്വീകരിക്കാതിരുന്നു. അങ്ങനെയാണ് ചരിത്രം. അങ്ങനെ 1 ദിവസം, 2 ദിവസം, 3 ദിവസം കഴിഞ്ഞു. ഉമർ റളിയല്ലാഹു പ്രഷർ കൊടുത്തു. ഉമർ റളിയല്ലാഹു പറഞ്ഞു, അബൂബക്കർ തങ്ങൾ നിൽക്കണം ഖലീഫയായിട്ട്, പ്രതിനിധിയായിട്ട്. അത് റസൂല് പനി ബാധിച്ച് കിടക്കുന്ന സമയത്ത് അബൂബക്കറിനോട് ഇമാമത്ത് നിൽക്കാൻ പറഞ്ഞ ഒരു സൂചനയുണ്ട്. അങ്ങനെ ഉമർ റളിയല്ലാഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തങ്ങളോട് പറയുന്നു, അടുത്ത ഖലീഫ നിങ്ങളാവണം. ആ സമയത്ത് ഒരു രസകരമായിട്ട് അബൂബക്കർ തങ്ങള് ഉമർ റളിയല്ലാഹുവിനോട് പറയുന്നു, ഉമർ തങ്ങളെ, നിങ്ങൾ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം ഇത്രയും കാലത്ത്, ഇത്രയും സംസാരത്തെ, ഇത്രയും പ്രവർത്തനങ്ങൾക്കിടയിൽ ഇതുപോലത്തെ ഒരു വിഡ്ഢിത്തം പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. എന്ത്? ഉമർ തങ്ങളിൽ അബൂബക്കർ റളിയല്ലാഹു പറയാം, നിങ്ങൾ ഖലീഫയാവണം. അപ്പൊ ഇങ്ങനത്തെ പൊട്ടത്തരം ഇതുവരെ പറഞ്ഞിട്ടില്ല എന്ന് നമ്മളെ നാടൻ ഭാഷയിൽ. അപ്പോൾ ഈ 3 ദിവസം ഒരു ഫ്രീസർ സംവിധാനങ്ങളില്ലാത്ത പുണ്യ റസൂലിന്റെ ആ ഷറഫാക്കപ്പെട്ട മേനി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈച്ചേരിക്കാത്ത നിഴല് കാണാത്ത ആ മേനി 3 ദിവസം ജനാസ കാത്തിരുന്നപ്പോഴും മദീന പരിസരങ്ങളിൽ സുഗന്ധമായിരുന്നു എന്ന ഹദീസിൽ. കാരണം നേരത്തെ ഓതിയൊരു ഹദീസ്, നമ്മളൊക്കെ മരണമടഞ്ഞ് 2, 3, 4, 5 അല്ലെങ്കിൽ ഒരാഴ്ച, നമ്മളൊരു വീട്ടിൽ ദിക്ർ കഴിഞ്ഞ ഒരാഴ്ച, ഒരു 15 ദിവസം കഴിയുമ്പോഴേക്ക് ഈ കാണുന്ന മജ്ജയും മാംസയും കണ്ണും കരളും പെട്ടിയും കുടലുമെല്ലാം പുഴുക്കള് കശപ്പിച്ച കൂട്ടി മത്സരിച്ച് തിന്നു കഴിക്കും. ഇന്ന് മദീനത്തെ പള്ളിയിലെ പച്ചക്കുബ്ബയ്ക്കുള്ളിൽ നേരത്തെ പറഞ്ഞ ഹദീസ് പോലെ ഒരു കേടുപാടും കൂടാതെ പുണ്യ റസൂൽ നമ്മുടെ ഈ നബിദിനാഘോഷവും നമ്മളെ സ്വലാത്തുമെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നു. സാധാ ശരീരമല്ല. അപ്പൊ പുണ്യ റസൂലിനെ സ്നേഹിക്കുന്നതില്, പുണ്യ റസൂലിന്റെ ജന്മദിനത്തിൽ ആഘോഷിക്കുന്നതില്, പുണ്യ റസൂലിന്റെ പേരില് മൗലിദും അപദാനങ്ങളും മധുകളും പാടിക്കൊണ്ട് ഭക്ഷണം കൊടുത്തതിന്റെ പേരിലോ, അതിന്റെ പേരില് റസൂലിനുള്ള സ്നേഹം കുറയുമോ? എന്തൊരു യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങളാണത്. അത് റസൂൽ എഴുതിയെന്നോ? അതൊരു അനർത്ഥമായ ചോദ്യമല്ലേ? ഞാൻ നിർത്തുകയാണ്.
പുണ്യ റസൂലിനോട് നമ്മൾ ഈ വർഷം ഓരോ വർഷം തോറും നടത്തി വരാറുള്ള നമ്മളെ പുണ്യ റസൂലിനോട് ഈ മഹബത്തുള്ള മൗലിദ് പാരായണങ്ങളും നമ്മുടെ ആഘോഷങ്ങളും കുട്ടികളുടെ പരിപാടികളും നമ്മൾ റബീഉൽ അവ്വലായി കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസികൾക്ക് ഒരു മുസ്ലിമാന്റെ ഹൃദയം തുടിക്കുകയാണ്. മൊത്തത്തിൽ അവനൊരു പെരുന്നാൾ പോലെയാണ് റബീഉൽ അവ്വൽ, വസന്തത്തിന്റെ മാസം. നബിയുള്ള പ്രേമം കാരണം നമുക്ക് ഈ ലോകത്തും ആ ലോകത്തും അത്താണിയായ പുണ്യ റസൂലിന്റെ ഷഫാഅത്തും സഹായവും നമുക്ക് എന്നും ഉണ്ടാവട്ടെ. എല്ലാവർക്കും നാളെ റബീഉൽ അവ്വൽ 1 എല്ലാവർക്കും നബിദിന ആശംസകൾ. അനീഫ കട്ടുപ്പാറ. എൻ്റെ ചാനല് നിങ്ങൾ സബ് ചെയ്യുക. യൂട്യൂബ് വരുമാനത്തിനല്ല, നമുക്ക് എത്ര പുതിയ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്താൻ സബ് ചെയ്യുക. അനീഫ കട്ടുപ്പാറ. ഗുഡ് ബൈ.